ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാല് അറബികളെ വരച്ച വരയിൽ നമുക്ക് നിർത്താം. ഹലോ, എന്തൊക്കെ, എല്ലാവർക്കും സുഖമല്ലേ? ബീക്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാസ്റ്റായി നമ്മുടെ റോഡ് പണി അവസാനിച്ചു. അപ്പൊ ഇന്ന് നമ്മളെ വണ്ടികളൊക്കെ കൊണ്ടുവന്നിടണം. പക്ഷെ ഈ കല്ലുകള് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ തോന്നുന്നുണ്ട്. 2-3 വണ്ടിക്കൊക്കെ ഇടാനുള്ള ഗ്യാപ്പ് പോലെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൊടുന്ന് കഴിഞ്ഞു. ഗ്യാസ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഗ്യാസ് കൊണ്ടുവരാൻ വേണ്ടി കണ്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നാളെ ഫുള്ളായിട്ട് തുറക്കും. ഇനി എല്ലാ വണ്ടിയും കൂടി ഒരു കഴുകലുണ്ട്. കിടക്കട്ടവനോടെ ഗ്രൗണ്ടിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. എല്ലാവരും മണ്ണിലുണ്ട് കുളിച്ചിക്കണ വണ്ടി. അപ്പൊ അവിടെ പോയിട്ട് കുറ്റി മാറ്റി വരാം. കുറെ ദിവസമായി വണ്ടി എടുത്തിട്ട്. മദീന റൂട്ടിലാണ് കിടന്നിട്ട് ഒറ്റ പോക്ക് പോവാ. അത് നമുക്ക് സിഗ്നലൊന്നും ഇല്ലാതാണ് പോവാം. നമ്മക്ക് ആകെ കിട്ടുന്ന പണിയാണ് ഇതൊക്കെ. 1-2 മാസം കൂടുമ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ മാറ്റിക്കൊണ്ടിരിക, വെള്ളക്കുപ്പി, തന്തക്ക് ഏറ്റവും പൊന്താത്ത സാധനം മാത്രമേ നമ്മളെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. നോണല്ല, സത്യം തന്നെയാണ്. ഈ ആഴ്ചയില് ഒരാഴ്ച എന്നല്ല, ഒരു 8 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ വണ്ടി ഞാൻ ഒന്ന് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 ദിവസമായിട്ടുണ്ടാവും. ഇപ്പൊ 2 ദിവസം മുമ്പ് തന്ത പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ കംപ്ലീറ്റ് വാങ്ങി കൊടുത്തു. മൂപ്പര് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് വണ്ടി കൊടുന്ന് അവിടെ നിർത്തിയിട്ട് കൂടി എന്നെ വിളിച്ചിട്ടില്ല. ചെക്കനെ വിളിച്ചിട്ട് 2 ആളും കൂടി സാധനം കൊണ്ടുപോയി വീട്ടിക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഞാൻ വാതിൽ തുറന്ന് സൗണ്ട് കേട്ട് നോക്കിയപ്പോ ഇവരിങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ പോയി കണ്ട് ഹെൽപ്പ് ചെയ്തതാ. അപ്പൊ അതിനും കൂടി വിളിച്ചിട്ടില്ല എന്ന് പറയാം. ബവാദി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഗ്യാസ് നിറക്കാൻ വന്നത്. നമുക്കിനി ഈ റോഡിന്റെ വലതുവശത്തൂടെ പോയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിന്റെ താഴത്ത് കൂടി ഊട്ടടിച്ച് പോരണം. ബവാദി ഡിസ്ട്രിക്റ്റ് ആണ്. ഈ റോഡിന്റെ അപ്പുറമൊക്കെ വലിയ വലിയ ലോറി ഫാക്ടറികളാണ്.
നമ്മളെ ഗ്യാസിന്റെ കട ഇട്ടത് ഇതവിടെ അവിടുന്ന് യൂട്ടെടുത്ത് ഇങ്ങോട്ട് വരിക, കുറ്റി നിറക്കുക, പോവാ. പെണ്ണിന്റെ വണ്ടിയൊക്കെ ഒന്ന് കേൾക്കണം. 8-10 ദിവസമായി അതൊക്കെ കേൾക്കിട്ട്. ഇപ്പൊ 2 വണ്ടി ഇടാനുള്ള ഗ്യാപ്പ് ആയിക്കണം. ഇപ്പൊ അവിടെ റോഡ് താറൊക്കെ ഇട്ടിക്കണം. അപ്പൊ അത് ഉണങ്ങാൻ വേണ്ടിട്ടേ കംപ്ലീറ്റ് തുറന്നിട്ടില്ല. 2 വണ്ടിക്ക് അങ്ങോട്ട് കേറാനുള്ള സ്ഥലമുണ്ട് ഇപ്പൊ അവിടെ. അപ്പൊ പെണ്ണിന്റെ വണ്ടിയൊക്കെ അതിന്റെ ഉള്ളിൽ കൊണ്ട് കയറ്റിട്ട് കേൾക്കുന്നു. അല്ലെങ്കിൽ ഒക്കപ്പാട് ഒരുമിച്ച് പണിയാവും. 11ാമത്തെ ദിവസമായി ഈ വണ്ടിയൊക്കെ കഴുകിയിട്ട്. ഇതിൻ്റെ ഒക്കെ കോലം കണ്ടില്ല, പൂച്ചങ്ങട്ട് കയറിയിട്ട്. അപ്പം രണ്ടും കൂടി ഒരു ആറാട്ട് കഴുകൽ. ഷാമ്പു ഇട്ടിട്ട് ഞാൻ വണ്ടി കഴുകലേ അല്ല. ഇത് കുറേ ദിവസമായിട്ട് കഴുകാനായിട്ടേ ആകെ ചളിയാ. അപ്പോൾ ഒന്ന് ഷാമ്പു ഇടാം. ചില ഡ്രൈവർമാരെ അറബിയൊക്കെ കിട്ടിയാലേ ഇതാ തോർത്തുണ്ട് പീണവരെ ഇങ്ങനെ പീയും. അതെന്താ അറിയോ, പുതിയ ആൾക്കാർ വരുമ്പോഴേ ഇവരെ പേടിപ്പിക്കും. അറബികള് പുതിയ വരുന്ന ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കും. അതിൽ പേടിയിൽ കുടുങ്ങിയോ ഓൻ്റെ കഥ കട്ടപ്പൊക്കെയാണ്. അറബികളായിട്ട് എങ്ങനെ വെച്ചാൽ നെവർ മൈൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഈ പണി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നിലയിലാവുമ്പോൾ എനിക്ക് വലിയ ഇതുണ്ടാവില്ല. പിന്നെ ഒന്നാമത് ഭാഷയാണ്. ഒന്നെങ്കിൽ അറബി നല്ലോണം സംസാരിക്കാൻ അറിയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇത് രണ്ടും അറിയണം. ഇതിലേതെങ്കിലും ഒന്ന് നല്ലോണം സംസാരിക്കാൻ അറിയണമെങ്കിൽ ഇവർ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നമ്മളോട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഈ മാപ്പി കൂപ്പി കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നല്ലൊരു അടിമണി നമുക്ക് പറ്റിയതെന്ന് ഒരു ചിന്തിക്കും. പിന്നെ അങ്ങോട്ട് അടിമപ്പണി തന്നെ കാര്യം. അപ്പോൾ ഒന്ന് ഭാഷയാണ് മെയിൻ. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ചടപടയെന്ന് അറിയണ മാതിരിയാണ് പറയാം, അല്ലെങ്കിൽ അറബി നല്ലോണം പറയാം. എന്നാൽ ഇവർ അടുക്കൂല നമ്മളോട്. അതാണ് മെയിൻ സംഭവം. പിന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് അറിയാം ഈ പണിയല്ലെങ്കിൽ വേറെ പണിക്ക് പോകുന്നു. ഈ ഒന്നും അറിയാതെ ഭാഷ അറിയാതെ വരുന്നവര് ലൈസൻസ് ഇല്ലാതെ വന്നവര് പെട്ടു. ഓലേറ്റ് നല്ല വീടല്ലെങ്കിൽ 90% വീടും അങ്ങനെ തന്നെ അടിമപ്പണിയാണ് എടുപ്പിക്കും. അതാണ് ഹൗസ് ഡ്രൈവർ അവസ്ഥ. പിന്നെ അറബി അറിയുന്നവർക്ക് വിഷയമല്ല, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് പിന്നെ ഇവർക്ക് മനസ്സിലാവും. പിന്നെ പഴയ മാതിരി അടിമത്തൊന്നും ഇവിടെ നടക്കില്ല. ഇപ്പോൾ നമ്മൾ നേരെ പോയി നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ പോലെ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഒരേ നിയമമാണ്. അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് നമുക്കൊന്നും അറിയാത്ത ആളാണെന്ന് കണ്ടാൽ ഇവര് നല്ല തലമ കയറും നമ്മളെ. അന്ന് എന്നോട് കഫീല് എൻ്റെ സിം എടുക്കാൻ വേണ്ടി കണ്ട് കാറിൽ തന്തൻ കഫീലിൻ്റെ ഒപ്പം ഇങ്ങനെ പോവാണ് കാറിൽ. അപ്പൊ കഫീലിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എത്ര കുട്ടികളുണ്ട്, മക്കളുണ്ട്, അത് ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് എവിടെയും ഇതിന്റെ മുമ്പ് പണിയെടുത്ത്. ഞാൻ പറഞ്ഞു ആദ്യം മക്കത്തേന്ന്, പിന്നെ ഖത്തറിൽ 6 മാസം നിന്നിട്ടുള്ളൂ. അപ്പൊ എന്താ വെച്ച് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ അടിമപ്പണി എടുക്കാൻ നമ്മൾക്ക് കഴിയൂല എന്ന് ഞാൻ അന്ന് തന്നെ കാറിന്ന് ഇങ്ങനെ പറഞ്ഞു. അവിടെ അടിമപ്പണിയെന്ന്, അതും തള്ളയെന്ന് കഫീല്. അപ്പോൾ തള്ള ക്യാമറയിൽ നോക്കി ഇങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് ഒരു പണി കഴിഞ്ഞാൽ ഒരു പണി, അടുത്ത പണി, അങ്ങനെ വെറും ഡ്രൈവർ പണി അവിടെ എടുത്തിട്ടേ അല്ല ഞാൻ. വെറും വീട് ക്ലീനിങ്, പീടിയെ പോവുക, കടയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ കടയിൽ പോവുക. 5 പെൺകുട്ടികൾക്ക് കടയിൽ പോയി കൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാന് അവിടെ ഖത്തറിൽ പിന്നെ നമുക്ക് എക്സിറ്റ് പെർമിറ്റ് ഇല്ലല്ലോ, എപ്പോ വേണമെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് പോകാറല്ലോ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് തള്ളനോട് കാട്ടിത്തന്നതാ, ഞാനേ അടിമപ്പണിക്ക് ഞാൻ തയ്യാറല്ലായിരുന്നു, അത് വേറെ ഡ്രൈവർ പോയിക്കോളിന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ്. ഞാൻ ഇയാളോട് അങ്ങനെ പറഞ്ഞു ഞാൻ കെഫിനോട്. ഇതിന്റെ മുമ്പ് ഇപ്പൊ 2 ഡ്രൈവർമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരാള് പാകിസ്ഥാനി, അതിന്റെ മുമ്പ് UP, അതിന്റെ മുമ്പ് 3 ഡ്രൈവർമാർ വന്നാണ്. 3 ആൾക്കാർ, ഒന്ന് UP കാരൻ മാത്രമേ 3 കൊല്ലം 4 കൊല്ലം നിന്നിട്ടുള്ളൂ. അത് ലീവില്ലാതെ നിൽക്കാൻ തോന്നുന്നുണ്ട്. ഓൻ പോയി. പിന്നെ ഒരു പാകിസ്ഥാനി ഓനെ എക്സിറ്റ് അടിച്ച് വിട്ടിരിക്കുകയാണ്. മിസിരി നിന്നു 6 മാസം നിന്നിട്ടുള്ളൂ, ഓൻ പോയി. അപ്പോൾ ഞാൻ മിസിരിനെ കാണലുണ്ട് ഇവിടുന്ന്, ആ ഡ്രൈവറെ, ഇവിടെ നിന്ന ഡ്രൈവറെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ അയാൾ പ്രശ്നമാണ്, അയാൾ ഗിർഗർ ജാതയാണ്, അത് ഇതാണ്.
ഓൽക്ക് ഓരോരോ ആൾക്കാരാണ് പറ്റണം. പിന്നെ കുട്ടികൾ മെയിനാണ്. നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ ഓലേറ്റ് നമ്മൾ പെരുമാറ്റം നല്ലോണം സംസാരിക്കണം. ബലേറ്റ് നല്ല ഇടപഴകിയാൽ കുട്ടികൾ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ഡ്രൈവർ ഓക്കെ ആണ് എന്ന് ഇവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളേറ്റ് വല്ലാതെ അവര് പ്രശ്നത്തിന് വരില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. ഓക്കെ.